ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം പതിവ് പോലെ വിളക്കൊക്കെ കൊളുത്തി നാമമൊക്കെ ചൊല്ലി. ഇപ്പം നേരത്തെ പോലല്ല കേട്ടോ. നേരത്തെ ഞാൻ 5 മണി തൊട്ട് അരമണിക്കൂർ എൻ്റെ നാമമൊക്കെ ചൊല്ലി കഴിയുമായിരുന്നു. അപ്പം പിന്നെ ഒന്നും ചെയ്യാനില്ലാത്തത് കാരണം ഹസ്ബൻഡ് ഉറങ്ങും, മോനും ഉണരാൻ താമസിക്കും. അപ്പം ഞാനും അങ്ങ് മാറിക്കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ അതെനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ വീണ്ടും കുറച്ച് സമയം കൂടി ഇരുന്ന് നാമം ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. നാമമൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ 1-2 തിരിയൊക്കെ ഇതുപോലെ അണഞ്ഞു പോകാറുണ്ട്. എങ്കിലും 2-3 തിരി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പം വാങ്ങിയ കോട്ടൻ്റെ തിരി നല്ല ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ തിരിയിട്ട് വിളക്ക് കൊളുത്താൻ തന്നെ. അപ്പം അങ്ങനെ വിളക്ക് കൊളുത്തി. പിന്നെ അതിന് ശേഷം ഇന്ന് ചൊവ്വാഴ്ചയല്ലായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ വെറ്റില ദീപവും കൊളുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീരെ ഉറങ്ങിയില്ലായിരുന്നു ഞാനിന്ന്. അപ്പം ആ ഒരു മാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങുന്ന ആ ടെൻഡൻസി ഒന്ന് കുറയ്ക്കുന്നുണ്ട്. കുറച്ചധികം നേരം കൂടി ഇരുന്ന് നാമം ചെല്ലുന്നുണ്ട്. എല്ലാ ദിവസവും അങ്ങനെ ചെയ്യുകയാണിപ്പം. അപ്പം വെറ്റില ദീപവും കൊളുത്തി നാമമൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരും എണീറ്റ് വന്ന് പിന്നെ നാസ്തയൊക്കെ ചെയ്തു ഉണ്ടാക്കി കൊടുത്തു. ഞാൻ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും ഓരോരോ ടോപ്പിക്ക് സംസാരിക്കണം എന്നൊക്കെ. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് എനിക്കൊന്നും പറയാൻ കിട്ടാറില്ല. എന്താ പറയണ്ടേ, എങ്ങനെ പറഞ്ഞു തുടങ്ങണം, ഏത് ടോപ്പിക്ക് എടുക്കണം, അങ്ങനെ ആകെ കൺഫ്യൂഷനാകും. ഞാൻ +2 വരെ പഠിച്ചിട്ടുള്ളായിരുന്നു. അപ്പം സ്വന്തമായിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിലെന്ന് ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ചു. കാരണം കല്യാണം കഴിഞ്ഞ് വന്നിരുന്ന സമയത്തൊക്കെ നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ പച്ചക്കറി ഈ പേയ്മെൻറ്റൊക്കെ കിട്ടി എല്ലാവർക്കും എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേനും ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയാകുമായിരുന്നു കയ്യിൽ. അപ്പം എന്തെങ്കിലും ഒരു പച്ചക്കറി വാങ്ങിക്കാൻ പോലും, കറികൾ വയ്ക്കാൻ ഒരു പച്ചക്കറി വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാതെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ ആഗ്രഹിച്ചിരുന്ന 500 രൂപ മാസം 500 രൂപയെങ്കിലും സമ്പാദിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ട്യൂഷൻ തുടങ്ങാമെന്ന് വിചാരിച്ചത്. ട്യൂഷൻ എടുക്കാനാണെങ്കിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാം. പക്ഷേ ഇവിടെ ഹിന്ദിയാണല്ലോ, ഹിന്ദി മറാഠി, അത് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഇതില്ലായിരുന്നു, ഭാഷ അറിയത്തില്ലായിരുന്നു. അപ്പം എൻ്റെ മാമിയാണ് പറഞ്ഞത്, നീ വീട്ടിലിരുന്ന് തന്നെ ട്യൂഷൻ തുടങ്ങുക, അതാ നല്ലത്, ജോലിക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ട്യൂഷൻ തുടങ്ങി. എന്തോ ഒരു ധൈര്യത്തിനങ്ങ് തുടങ്ങിയതാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ മോള് 4ാം ക്ലാസ്സിലും മോൻ ജൂനിയർ KGയിലുമായിരുന്നു. അപ്പോൾ അവരെ ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് അടുത്തുള്ളൊരു സ്ത്രീ എന്നോട് ചോദിച്ചു അവരുടെ മക്കളെ പഠിപ്പിക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ വേറെ ഒരു പയ്യനും ഉണ്ടായിരുന്നു. അങ്ങനെ 3 പേര് വെച്ചാണ് ഞാൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഹിന്ദിയൊന്നും പറയാൻ അറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ മോളോട് ചോദിക്കുമായിരുന്നു, അവർ ചോദിക്കുന്നതിന് മറുപടി എങ്ങനെ പറയേണ്ടതെന്ന്. അങ്ങനെ അവളോട് ചോദിച്ചും ഹസ്ബൻഡിനോട് ചോദിച്ചുമൊക്കെയാണ് ഞാൻ ആദ്യമൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം കുഴപ്പമൊന്നുമില്ല, എക്സ്പേർട്ടായിട്ടുണ്ട്. എക്സ്പേർട്ടെന്ന് പറയാൻ പറ്റത്തില്ല, പല വാക്കുകൾ ഇപ്പോഴും എനിക്കറിയാൻ വയ്യാത്തതായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ധൈര്യത്തിൽ ഞാൻ ട്യൂഷൻ തുടങ്ങി. അന്ന് എനിക്ക് 500 രൂപയോ അങ്ങോട്ട് ഒരു മാസം കിട്ടത്തുള്ളായിരുന്നു. ഞാനന്ന് അത്രയും ആഗ്രഹിച്ചുള്ളായിരുന്നു, അത്രയും അന്ന് എനിക്ക് കിട്ടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുഞ്ഞു ആവശ്യങ്ങളൊക്കെ വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ പതിയെ ഓരോ ആൾക്കാർ കേട്ട് അറിഞ്ഞും വരാൻ തുടങ്ങി. പിള്ളേരെ ഞാൻ പഠിപ്പിക്കുമായിരുന്നു നല്ലതുപോലെ. ഇവിടുത്തെയൊക്കെ പേരൻസ് എന്ന് പറയുന്നത് അവർ വീട്ടിൽ പിള്ളേരെ ശ്രദ്ധിക്കത്തില്ല, പഠിക്കുന്ന കാര്യത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. അപ്പം അവർ ട്യൂഷന് വിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് പിള്ളേർ പഠിക്കുന്നത്. അപ്പം ട്യൂഷൻ നല്ലതായി കഴിഞ്ഞാൽ അവരെ വീട്ടിലൊട്ട് ശ്രദ്ധിക്കാറില്ല. അങ്ങനെ പഠിപ്പിക്കുമായിരുന്നു നല്ലതുപോലെ. പിള്ളേർക്ക് മാർക്സൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ അവർ നമ്മളെ സ്ഥിരമായിട്ട് വിടാൻ തുടങ്ങി. അങ്ങനെ കേട്ടറിഞ്ഞ് ഓരോരുത്തരും വരാൻ തുടങ്ങി. അങ്ങനെ 20 വർഷങ്ങൾക്ക് ഇപ്പുറം ഞാൻ നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട് ട്യൂഷനിലൂടെ. ഒരുപാട് കാര്യങ്ങൾ എനിക്കതിലൂടെ നേടിയെടുക്കാൻ സാധിച്ചു.